ഇവിടെ എടുത്തോ ജാക്കറ്റും എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് പറയും. കാശ്മീർ കിട്ടുന്ന കേട്ടിട്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? ജാക്കറ്റ്, ഉഡീസ്, ഷൂ. ആ ഷൂ ഇടാതെ അബായിട്ട് നടക്കുക. ഇതാണ് ഒരു പരിപാടി, അബായിട്ട് നടക്കുക. ഇപ്പൊ കിട്ടിയില്ലേ? തൃപ്തിയില്ലേ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്നുള്ളതല്ലേ, നമ്മളെ സ്വന്തം ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിനി. ഗിവ് അവേ എന്താണെന്നുള്ളതല്ലേ, 2 ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തിനി, കാശ്മീർ പോകാനുള്ള നല്ലൊരു ഓഫർ നമ്മൾ സെറ്റ് ചെയ്തിനി. നമ്മളെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് 2 പേർക്ക്, ഒരു നറുക്കിൽ 2 പേർക്ക്, ആർക്ക് വേണമെങ്കിലും കൂടെ പോവാം. അങ്ങനെ ഒരു നറുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗിവ് അവേ വിന്നറെ സെലക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കല്ലേ. ഇതാണ് നമ്മളെ വിന്നറിൻ്റെ ബോക്സ് കേട്ടോ. ഈ ബോക്സിൽ കാണാം നമുക്ക് നമ്മളെ വിന്നർ ആരാന്നുള്ളത്. 3 ഷോപ്പിലെ 3 ബോക്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്നിത് പൊട്ടിച്ചിട്ട് നമ്മൾ ആ വിന്നർ ആരാന്ന് വെച്ചാൽ നമ്മൾ ഇന്നിവിടെ ആളെ കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ലൗഡ് സ്പീക്കറിൽ സംസാരിച്ച് മൊത്തം ഫുൾ കാര്യങ്ങളൊന്നും ഇവിടെ ക്ലിയർ ചെയ്തിട്ട് നമ്മളിന്ന് വീട്ടിൽ പോകുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പൊടിച്ച് നോക്കിയാലോ. നല്ല വലിയ കത്രിക ആയതുകൊണ്ട് തന്നെ സാധനം പെട്ടെന്ന് കിട്ടും കേട്ടോ. പോലക്ക ഇത് മിക്കവാറും ഉച്ച പണിയാവും. ഗൈസ്, മലപ്പുറം കത്തി വെച്ചാണ് നമ്മള് കത്തി കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഇതൊക്കെ എന്ത് ഇത് കുറച്ചൊന്നല്ല പണി. ഇത് മതി നമുക്ക്, ഈ ഒരു ക്ലാരിറ്റി തന്നെ മതി. സാധനം പോരെ? അതുപോലെ സെറ്റാണ്. കത്തിക്കൂടി യാ മോനെ സെറ്റ്. അത് കണ്ടുപിടിക്കുന്നത് ഇതോ? ഇതൊക്കെ എന്ത് ഇതാ പോണി. ഞാൻ ഇടുന്നോട്ടെ നേരക്കനൊക്കെ. അള്ളാ, ഇത് കീറണം. ശിവനേ, ഓനെ കൊല്ലുവങ്ങായി. ഉള്ളത് വെച്ച് നമ്മൾ മുറിച്ചുണ്ടാക്കണം. നമ്മളതേ നയിപ്പുള്ള പണിഞ്ഞാട്ടതേ. ഇതേ എല്ലാം മരം മുറിച്ചാൻ പോയാൽ മതി. യെസ്, ഈ 2 സാധനം കൂടി ഒന്നിക്കിടല്ലേ? അല്ലല്ലേ? വിന്നർ സെലക്ട് ചെയ്യട്ടെ. കൊടുക്കണേ. വ്ളോഗിലാണ്, നാളത്തെ വ്ളോഗിലാണ് നമ്മൾ പൊളിക്കാണ്. ടേബിളോടൊക്കെ ബുക്കിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആകാംക്ഷ അല്ലേ ആരാ വിന്നറിന്ന്. കമോൺ. അപ്പോൾ ആകാംക്ഷ ലയിച്ചപ്പോഴേ ഓൻ്റെ മുഖത്ത് നോക്കി എന്താ ആകാംക്ഷ എന്താണ്. ഓക്കെ, ഔ അങ്ങനെ തന്നപ്പം നല്ല ഉള്ളി. കൊണ്ടുപോകുമ്പോൾ 2 ഉണ്ടായി. ഞാനേ ഇത് സെപ്പറേറ്റ് ആക്കുക. എന്നാ നമ്മള് ഇത് എടുക്കൂല ആർക്ക്? അത് പറയൂ. വാ നിക്ക്. എന്താ പേര്? മുഹമ്മദ് റാസ. അപ്പൊ നമ്മളെ ഞാൻ രാജാന്ന് വിളിച്ചാലോ? റാസന്ന് വിളിച്ചാൽ മതി. നമ്മളെ രാജയായിട്ടൊന്ന് നറുക്കെടുക്കണത്. അപ്പം നിക്കേ, അത് നമ്മൾ നല്ലോണം കുലിക്കണ്ടേ? നല്ലോണം മിക്സ് ആക്കിയ കുലിക്ക. ഇത് നമ്മളെ മിനി കൗണ്ടർത്താണ്. ഓക്കെ, ഇനി എടുത്തോ. അതിക്കട് അടുത്തെടുത്തോ. അതിനിപ്പോ ഞാൻ ഇടാൻ പറഞ്ഞു വേണ്ടേ, ഒന്ന് നോക്കിയെടുത്തോണ്ട. അപ്പം ഹിജാസ് ഇതാണ്. ഓക്കെ, മിനി കൗണ്ടറിന് നമ്മൾ സെലക്ട് ചെയ്തത് ഹിജാസ് ആട്ടോ. ഈ ഭാഗ്യവാനാണ് നോക്കാൻ. എനിക്ക് കാണുന്നുണ്ട് ഹിജാസ് ആണ്. എന്നാ വാ, ഇത് പോ, ഇത് ഇങ്ങനെ തന്നെ കൂടിട്ടോ. ഇത് നമ്മളെ അരുമയാന ലുക്ക്. ഇത് മാറ്റി ഉള്ളിൽ കൂടെ കൈയിട്ട് നല്ലോണം ഇളക്കി മറിച്ചെടുക്കണം കേട്ടോ. ഉള്ളിൽ കൂടെ പോട്ടെ.
ഇക്ക് നോക്കണ്ട പുറത്ത് മേലെ അതെ നല്ല ബുദ്ധിമുണ്ട് ഓക്കെ ഇങ്ങേക്ക് നോക്കണ്ട കണ്ണും പിന്നാണ് എടുത്തോ ആ പോട്ടെ ഉള്ളിക്ക് ഇങ്ങനെ തപ്പി ഇളക്കി നല്ല ഏതാണ് ഭാഗ്യവാൻ സാജിദ് സി മോനെ സെറ്റല്ലേ നമ്മളെ സാജിദ് സി ആണ് രണ്ടാമത്തെ അത് നമ്മളെ മെയിൻ കൗണ്ടർ അല്ലേ സെറ്റല്ലേ നമ്മളെ മെയിൻ കൗണ്ടറും മിനി കൗണ്ടറും കഴിഞ്ഞ് നമ്മളെ ഇടവണ്ണ ഷോപ്പത്തെ നമ്മൾ നറുക്കെടുക്കാണ് അതാ പോണ് അടുത്ത് ദീ കിട്ടാ നോക്കല്ലേ ആയിട്ട് ദീ കിട്ടാ നല്ലോ കുളിക്ക യെസ് ഇനി നോക്കാതെ അടിയിന്ന് എടുത്തോ ഓക്കെ അങ്ങനെ നമ്മളെ മൂന്നാമത്തെ ആള് ഇടവണ്ണ ഷോപ്പിൽ നിന്ന് നമ്മളെ നറുക്കെടുത്ത ഫിദൽ രാജ് സെറ്റല്ലേ നമ്മളെ കൽമല വൃത്തിക്ക് പേരെഴുതി ഒന്നിക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേക്ക് വിളിച്ചിട്ടെന്ന് പറഞ്ഞ രണ്ട് നമ്പർ എഴുതിന് അപ്പോൾ അപ്പം പേരൊന്നുകൂടി പറഞ്ഞാൽ മുഹമ്മദ് റാസയാണ് നമ്മളെ ഇത് നറുക്കെടുത്ത് കേട്ടോ സെറ്റല്ലേ ഇനി ഇതിൽ ആർക്കാ കിട്ടുക ഈ പെട്ടി നിർത്താക്കോ ആ പെട്ടി നിർത്താക്കോ കിട്ടുക ആർക്കാ കിട്ടുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഊഹത്തിൽ ആർക്കാ കിട്ടുക ഇത് പറഞ്ഞോ ഈ പെട്ടിത്താക്കോ കിട്ടുക ഓക്കെ നമുക്ക് അവൻ്റെ പ്രവചനം കൂടി നോക്കാം ഫൈനലാണ് അങ്ങനെ നമ്മൾ ഈ 3 ആൾക്കാരെ നിന്ന് നറുക്കെടുക്കാൻ പോവാൻ അതും എടുക്കുന്നത് നമ്മളെ റാസയാണ് എന്തേ നമ്മളെ സ്വന്തം റാസയാണ് അതും എടുക്കണത് അല്ലേ സെറ്റ് ഒരു ഗ്ലാസ് എടുക്കുമോ വേണോ ലബോ അതിൻ്റെ അടക്കം കൂടി വേണം ബാ നമുക്കിത് സെറ്റാക്കാം ഈ 3 ആളതും നമ്മൾ എന്ത് ചെയ്യാണ് ഒരേപോലെ മടക്കി സെറ്റാക്കാം കേട്ടോ ഗൈസ് അങ്ങനെ റാസ വെയിറ്റിംഗ് ആണ് 3 എണ്ണം ഉണ്ട് ഈ 3 ആളതും നമ്മൾ ഇതിക്കിടാം കേട്ടോ അങ്ങനെ ഗൈസ് നമ്മളെ കാശ്മീരിൻ്റെ ഭാഗ്യവാൻ ആരാന്നുള്ളത് ഈ ഷെയ്ക്കിലറിയാം നമ്മളെ കാശ്മീർക്ക് 2 ആൾക്ക് ആർക്ക് പോവാന്നുള്ളത് ഇതിലറിയാം ഓക്കെ തുറന്നോ ഓക്കെ ഒക്കെ എടുക്കുന്നുണ്ട് കണ്ണും പൂട്ടി എടുക്കുന്നുണ്ട് നമ്മളെ കാശ്മീർ ട്രിപ്പിനുള്ള എൻ്റെ കൈ കൊണ്ട് ആർക്കാണ് ഭാഗ്യമുള്ളത് എന്നുള്ളത് നമുക്ക് പറയാം എന്തേ അല്ലേ നമ്മളെ കാശ്മീർ ട്രിപ്പിനുള്ള ആ വിജയ് ഇങ്ങോട്ട് പോരെ തുറക്കണെടുക്കണോ മേലെ തുറക്കണേ നമ്മളെ വിജയ് ഇതൊക്കെ ഓ ആരേക്കാരം ഹിജാസ് സെറ്റല്ലേ വെള്ളം പാർസൽ ഇമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കാല്ലേ അപ്പോൾ ഇനി വരില്ല കേട്ട് ഇൻഷാല്ലാ വരുമ്പോൾ നമുക്ക് കാണാം അല്ലേ ഇനി വരും വെള്ളം കുടിക്കാനുള്ള ടൈമുണ്ടോ ഞാൻ രാവിലെ നിൽക്കുന്നാലോ കുടിക്കാനുള്ള ടൈമുണ്ടോ പോകാനായോ എന്നാൽ ഇനി വരുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കാണണം വെള്ളം കുടിച്ചിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ കേട്ടോ താങ്ക് യു സെറ്റല്ലേ ഓക്കെ അപ്പോൾ കാണാം അപ്പോൾ എങ്ങനെ നമുക്കിനി ഹിജാസിൽ നിന്ന് കോൾ ചെയ്യണ്ടേ കോണ്ടാക്ട് ചെയ്ത് ഫുൾ സെറ്റാക്കണം ചെക്കം എന്തോ ആ ഭാഗ്യവാന് നമ്മളെ 2 ആളും വെച്ച് കാശ്മീർ പോകാനുള്ള ആ ഭാഗ്യം കിട്ടിയത് നമ്മളെ ഹിജാസിനാണ് അപ്പോൾ നമുക്ക് നാളെ കോൾ ചെയ്ത് നോക്കാം
നമ്മളതിന് വേറെ നമ്മൾ കൊടുക്കണ ഇട്ടിട്ടില്ല, അതാണ് വിഷയമായത്. അല്ല ഈ ഗ്യാസ് ഇല്ലടാ. എന്താണ് ഗൈസ്, ഇനി നമുക്ക് ആളൊന്ന് കോണ്ടാക്ട് ചെയ്യാം. ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാല്ലാ കാണാം. ആളെന്താ പറയുന്നത് നോക്കാം നമുക്ക്. നമ്മുടെ കമ്പനി ഫോൺ തന്നെ ആക്കല്ലേ. ലഭ്യ ആ ഫോണ് ആള് കൊണ്ടുപോയി, എറണാകുളത്തെ തോന്നണേ. മിൽക്യൂ അവന് പെട്രോൾ പമ്പ് ഓപ്പോസിറ്റ് MPV മിനി കൗണ്ടർ. ആ ഇത് നമ്മളെ ഫോണോടെ ആ നമ്മളഞ്ഞ് അവിടുന്ന് വിളിച്ചോണോ അത് ഇവിടുന്ന് വിളിച്ചോളേ. എഴുപത്തിമൂന്ന് 56 69 അതി പോടുവോ? അത് വേണ്ട. ഹിജാസ് ആണോ? പിന്നെ വീട് എവിടെയാ? അരീകോട് അല്ലേ? ഓക്കെ. മിൽക്കൂന്നാണ് വിളിക്കണത്. പിന്നെ മിൽക്കിൻ്റെ നിങ്ങൾ വന്ന് വെള്ളം കുടിച്ച് കാശ്മീർ ട്രിപ്പിനുള്ള നറുക്ക് കിട്ടിയില്ലേനോ? ഓക്കെ, അതിൻ്റെ വിജയ് നിങ്ങളാണ്. അതെ, പോയോ? നമ്മളിപ്പോൾ മെയിൻ കൗണ്ടറിൽ നമ്മളെ താഴത്തങ്ങാടിയിൽ നമ്മളെ മെയിൻ ഷോപ്പിൽ നിന്നാണ് നറുക്കെടുത്തത്. അപ്പോൾ നിങ്ങൾക്കാണ് അടിച്ചിട്ടുള്ളത്. എന്തോന്നാണ് ഷറല്ലേ? റാത്തായില്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ ഷോപ്പിലേക്ക് ഒന്ന് വരേണ്ടി. ഇൻഷാല്ലാ നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് സംസാരിച്ചിട്ട്. അപ്പോൾ പോകാൻ റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ കൂടെ ഒരാൾക്കും കൂടി പോവാം. 2 പേർക്കാണുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഇന്ന് നാളെ കാണാം കേട്ടോ ഇൻഷാല്ലാ. ഓക്കെടാ, ശരി. ഓക്കെ, ഞാനൊന്ന് കോൾ ചെയ്യാം. ഓക്കെ, ശരി. ചെക്കൻ്റെ കിളി മാറിനൊന്ന് വിളിച്ച് ഫുള്ള് ആന്ന് മാത്രം. ഏതായാലും നമ്മളെ ഗീവ് അവേ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത് കുറച്ച് നമ്മൾ മാർച്ച് 10-നാണ് എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെയും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈമും ഡിലേയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഒരു 10 ദിവസം കൂടി നീട്ടിയിട്ട് ഒരു 22-ാം തീയതി ടൈമിൽ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മൾ പറഞ്ഞ സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സാധനം എടുത്തു. പിന്നെ ബാക്കി 2 എണ്ണം കാണിച്ച് തരാതെ പോയി നിങ്ങൾ പറയരുതല്ലോ. ഈ ടൈം ഭാഗ്യമില്ലെങ്കിലും അടുത്ത ടൈം നമ്മൾ സെറ്റാക്കിയിട്ട് ബൽക്കനെ കിട്ടട്ടെ അല്ലേ. സാജിദ് സി, നമ്മളെ സ്വന്തം ഫിദൽ രാജ്, സെറ്റല്ലേ? അപ്പം നമ്മൾ കാശ്മീരി ട്രിപ്പിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത കുറേ പരിപാടികൾ നമ്മളെ ഷോപ്പിൻ്റെ കീഴിൽ വരുന്നുണ്ട് ഇൻഷാല്ലാ. അത് സോഷ്യൽ മീഡിയ ആയിട്ട് വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട്. നമ്മളെ ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഈ ഫുൾ പവറായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻഷാല്ലാ, നമ്മൾ പോവും. നിങ്ങൾ വേണം നമ്മളൊപ്പം. അപ്പം ഇനി അത് മറക്കരുത് കേട്ടോ. മിൽക്യൂ നമ്മളെ ഷോപ്പ്, മാക്സിമം നമ്മളെ ഷോപ്പിൽ വരിക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ബാക്കി പിന്നെ ആഡ് ചെയ്തോളൂ മറ്റേ സാധനം. ഇവിടെ ഒരുത്തോ ജാക്കറ്റും എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരുന്നത് പറയും. കാശ്മീർ കിട്ടുന്ന വിചാരിച്ചിട്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരുന്നത്? ജാക്കറ്റ്, ഉഡീസ്, ഷൂ. ആ ഷൂ ഇടാതെ അബായിട്ട് നടക്കുക. ഇതാണോ എൻ്റെ പരിപാടി? അബായിട്ട് നടക്കുക. ഇപ്പൊ കിട്ടിയില്ലേ? തൃപ്തി ആയില്ലേ? ട്രെയിനും ബുക്ക് ചെയ്തതാണ്. അപ്പോൾ 2000 പോയി. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യും നമ്മൾ ഇൻഷാല്ലാ നമ്മളെ ചെക്കനെ ഗിവ് അവേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ നിങ്ങളോട് തന്നെ ഡയറക്റ്റായി പറയുന്ന ഈ കാര്യം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് അങ്ങനെയല്ല കേട്ടോ, അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പം സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കത്തി പറ്റിയത് കൊണ്ടുപോയി നല്ല മുറിയുന്നു. അപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് പിന്നെ കാണാം. ടാറ്റാ.